ടൈൽസ് പണികളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണിയിൽ കട്ടള വയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് ഹാളിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഇതാ ഈ കാണുന്ന 1000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഹാളിൽ ഒട്ടിച്ചിരിക്കുന്നത് 800, 1600 mm കജാരിയുടെ പ്രീമിയം ടൈലുകളാണ്. ജോയിൻറ്റുകളൊക്കെ തന്നെ ഒട്ടും കാണാത്ത രീതിയിൽ വളരെ പെർഫെക്ഷനോടുകൂടി ജോയിൻ ഫ്രീ ആയിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഒന്നാമത്തെ ബാത്റൂമിന്റെ ചുമരുകളിൽ ഒട്ടിച്ചിരിക്കുന്നത് 600, 1200 mm ജോൺസന്റെ പ്രീമിയം ടൈലുകളാണ്. ഇനി ഈ കാണുന്ന രണ്ടാമത്തെ ബാത്റൂമിന്റെ ചുമരുകളിൽ ഒട്ടിച്ചിരിക്കുന്നത് സോമാനിയയുടെ 600, 1200 mm മാറ്റ് ഫിനിഷ്ഡ് ടൈലുകളാണ്. ഇനി ഈ കാണുന്ന മൂന്നാമത്തെ ബാത്റൂമിന്റെ ചുമരുകളിൽ ഒട്ടിച്ചിരിക്കുന്നത് 600, 1200 mm ജോൺസന്റെ ഗ്ലോസി ടൈലുകളാണ്. റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിൽ ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ടൈൽസ് പണിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ടൈൽസുകൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ടൈൽസ് ഒട്ടിക്കുന്ന സമയത്തോ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. വീട് പണികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ചാനലാണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളോട് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബേസ്മെൻറ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കട്ടള വയ്ക്കുമ്പോൾ തന്നെ കട്ടള വയ്ക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ ഉയരത്തിലെങ്കിലും കട്ടള വയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ടൈൽസ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗമ്മിലല്ല ചാന്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈൽസ് ഒട്ടിക്കുമ്പോഴത്തേക്ക് നിർത്തുന്ന ചാന്തിൻ്റെ കനം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 4 സെൻറ്റിമീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കട്ടള വയ്ക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ ഉയരത്തിലെങ്കിലും കട്ടള വയ്ക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാറപ്പൊടികളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന എംസാൻഡുകൾ വേണം ടൈൽസ് പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. 6 ചട്ടി എംസാൻഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 ചട്ടി സിമെൻറ്റ് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കോൺക്രീറ്റ് തറയ്ക്ക് മുകളിൽ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ 6 ചാന്ത് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 1-2 ലെയർ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് സാധാരണ ടൈൽസുകളൊക്കെ വയ്ക്കാറുള്ളത്. കോൺക്രീറ്റ് തറയ്ക്ക് മുകളിൽ ഗ്രൗട്ട് ഒഴിക്കുന്നുണ്ട്, ഏറ്റവും മുകളിലും ഗ്രൗട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിന് 6 ചാന്തിട്ട് ചെയ്യണം എന്ന് കരുതിയിട്ട് സിമെൻറ്റ് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് 10-1 മിക്സിംഗ് റേഷ്യോയിലൊക്കെ ചാന്ത് കൂട്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ടൈൽസുകൾ ഇളകി പോരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. അതുപോലെ തന്നെ തറ കോൺക്രീറ്റ് ഇട്ടുന്ന സമയത്ത് നമ്മൾ ടൈലിൻ്റെ ഫിനിഷിംഗ് പണി എവിടെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും 5 സെൻറ്റിമീറ്റർ താഴ്ത്തി വാട്ടർ ലെവൽ ചെയ്ത് എല്ലാ സ്ഥലവും ഒരുപോലെ വേണം തറ കോൺക്രീറ്റ് ചെയ്യാൻ. തറ കോൺക്രീറ്റ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 7 ദിവസം കഴിഞ്ഞ് നല്ല രീതിയിൽ കോൺക്രീറ്റൊക്കെ ഉറച്ചതിന് ശേഷം മാത്രമേ ടൈൽസുകൾ ഒട്ടിക്കാൻ പാടുള്ളൂ. ബാത്റൂമിൻ്റെ ചുമരുകളിലൊക്കെ ഒട്ടിക്കുന്ന ടൈലുകൾ വലിയ സൈസ് ടൈലുകളാണെങ്കിലും വെർട്ടിഫൈഡ് ടൈലുകളാണെന്നുണ്ടെങ്കിലും ടൈൽസ് ഒട്ടിക്കുന്ന ഗമ്മിൽ തന്നെ ടൈൽസുകൾ ഒട്ടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഗമ്മിൻ്റെ പൈസ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗമ്മും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് യാതൊരു കാരണവശാലും ഒട്ടിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇളകി പോരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. ബാത്റൂമിലൊക്കെ ടൈൽസുകൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ബാത്റൂമിൻ്റെ ഫ്ലോറിലും അതുപോലെ തന്നെ ഫ്ലോറിൽ നിന്ന് ഏതാണ്ട് ഒരു 3-4 അടി ഹൈറ്റിലെങ്കിലും അതിൻ്റെ വാളിലും വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം മാത്രമേ ടൈൽസുകൾ ഒട്ടിക്കാൻ പാടുള്ളൂ. ബാത്റൂമിലേക്ക് നമ്മൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ടൈൽസുകൾ ഒട്ടിക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ജോയിൻറ്റുകളിലൂടെ വെള്ളം അകത്ത് പോയിട്ട് ചുമരുകളിൽ ഈർപ്പം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാത്റൂമിലെ ടൈൽസുകൾ ഒട്ടിക്കുമ്പോഴത്തേക്ക് സ്പേസുകൾ വെച്ച് എപ്പോക്സി വർക്ക് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക.